വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനെ ജയിലിലേക്ക് മാറ്റി. പ്രതിയെ സഹോദരൻ അഹ്സാന്റെയും സുഹൃത്ത് ഫർസാനിയുടെയും കൊലപാതകത്തിൽ പേരുമലയിലെ വീടടക്കം 7 ഇടങ്ങളിലെത്തിച്ച് പോലീസ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് അഫാനെ ജയിലിലേക്ക് മാറ്റിയത്. 5 കൊലപാതകങ്ങളിൽ പാങ്ങോട്, കിളിമാനൂർ, വെഞ്ഞാറമൂട് സ്റ്റേഷനുകളിലായി 3 കേസുകളാണ് അഫാന്റെ പേരിലുള്ളത്. 3ലും തെളിവെടുപ്പ് പൂർത്തിയായി. ഇനി എത്രയും പെട്ടെന്ന് കുറ്റപത്രം തയ്യാറാക്കി അഫാനെ വിചാരണ കൂട്ടിലെത്തിക്കുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള ദൗത്യം. അഫാന്റെ ഉമ്മ ഷെമിയുടെ മൊഴി എന്തായാലും 3 കേസുകളെയും ബാധിക്കില്ല എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതിനിടെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് അന്വേഷണത്തിൽ സാമ്പത്തിക കുറ്റം കൂടി ഉൾപ്പെടുത്തി പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനും പോലീസ് നടപടി തുടങ്ങി. പ്രതി അഫാന്റെ കടബാധ്യത, കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് നിലവിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അഫാന്റെ കുടുംബം സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പണം കടം വാങ്ങിയതിന്റെ വിവരങ്ങൾ പോലീസിന് ഇതിനകം ലഭിച്ചിട്ടുണ്ട്. പലിശ ഇനത്തിൽ ഇവർ അഫാന്റെ കുടുംബത്തിൽ നിന്ന് വൻതുക ഈടാക്കിയെന്ന വിവരത്തെ തുടർന്നാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാൻ നീക്കം. പ്രതിമാസം വലിയ തുക പലിശ ഇനത്തിൽ അഫാന്റെ കുടുംബം നൽകിയിട്ടുണ്ട് എന്ന രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് എന്ന വെളിപ്പെടുത്തലിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമും പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. തെളിവെടുപ്പിന്റെ ഭാഗമായി കിളിമാനൂർ SHO ബി ജയൻ വിവരശേഖരണത്തിനായി കിളിമാനൂർ സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു റഹീം പോലീസിനോട് ഇക്കാര്യം പറഞ്ഞത്. അതിനിടെ മകൻ അഫാനെതിരെ ആദ്യമായി അമ്മ ഷെമി മൊഴി നൽകി. അഫാൻ കഴുത്തു നെരിച്ച് തല ചുവരിലിടിച്ചുവെന്നാണ് അവർ കിളിമാനൂർ SHOയ്ക്ക് മൊഴി നൽകിയിരിക്കുന്നത്. കട്ടിലിൽ നിന്നും വീണപ്പോൾ സംഭവിച്ചത് എന്നായിരുന്നു ഇന്നലെ രാവിലെയും ഷെമി പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നലെ വൈകിട്ടോടെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടെയാണ് കൂടുതൽ വിവരങ്ങൾ ഷെമി തുറന്നു പറഞ്ഞത്. അഫാൻ തന്റെ പിന്നിൽ നിന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ഷെമി പറഞ്ഞിരിക്കുന്നത്. അഫാൻ ആക്രമിച്ചതിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ ഷെമി മാത്രമാണ്. കേസിൽ ഷെമിയുടെ മൊഴി നിർണായകവുമാണ്. ഇതിലാണിപ്പോൾ അഫാനെതിരെ ഷെമി മൊഴി നൽകിയിരിക്കുന്നത്. ഷെമിയുടെ മൊഴി ഇങ്ങനെയാണ്: തനിക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ഭർത്താവ് അറിയാതെ 35 ലക്ഷത്തിന്റെ കടമുണ്ട്. സംഭവ ദിവസം 50,000 രൂപ തിരികെ നൽകണമായിരുന്നു. പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു. ഇത് മകന് സഹിച്ചില്ല. അതാണ് മകന്റെ പ്രവൃത്തിയിൽ കലാശിച്ചത്. ഉമ്മച്ചി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അഫാൻ പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്ത് നെരിച്ച് ചുമരിൽ തലയിടിച്ചു. ഇതോടെ ബോധം നഷ്ടമായി. പിന്നെ ബോധം വന്നപ്പോൾ അഫാൻ ചുറ്റിക്കുകൊണ്ട് തലക്കടിച്ചു. ഇതിനുശേഷം ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടത്. കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നതായും അതിനായി ഇളയ മകനുമൊത്ത് യൂട്യൂബിൽ വീഡിയോകൾ കണ്ടിരുന്നതായും ഷെമിയുടെ മൊഴിയിലുണ്ട്. ഷെമിയെ വെഞ്ഞാറമൂട് കുറ്റിമൂട് പ്രവർത്തിക്കുന്ന സംരക്ഷണ കേന്ദ്രത്തിലാണ് നിലവിൽ താമസിപ്പിച്ചിരിക്കുന്നത്. കടബാധ്യത കാരണം കൂട്ട ആത്മഹത്യ ചെയ്യാനായിരുന്നു ആദ്യ തീരുമാനമെന്ന് അഫാൻ ഇന്നലെ മൊഴി നൽകി. അഫാനുമായി 3ാം ഘട്ട തെളിവെടുപ്പ് നടത്താൻ പേരുമലയിലെ വീട്ടിൽ എത്തിച്ചപ്പോഴാണ് അഫാൻ ഇങ്ങനെ പറഞ്ഞത്. മരിക്കാൻ ഭയമുള്ളതുകൊണ്ട് മാതാവിനെയും അനുജനെയും കൊലപ്പെടുത്തിയിട്ട് ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിച്ചുവെന്നും അഫാൻ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം അനുജനെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയത് എങ്ങനെയെന്നും ഉമ്മ ഷെമിയെ ക്രൂരമായി ആക്രമിച്ചത് എങ്ങനെയാണ് എന്നും ഭാവവ്യത്യാസമില്ലാതെ അഫാൻ പോലീസിനോട് വിവരിച്ചു. കൊല്ലാൻ ഉപയോഗിച്ച ചുറ്റികയും അതിടാനുള്ള ബാഗും വാങ്ങിയ കടകളിലും മുത്തശ്ശിയെ കൊലപ്പെടുത്തി കൈവശപ്പെടുത്തിയ സ്വർണമാല പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും തെളിവെടുപ്പ് നടത്തി. കൊലപാതകങ്ങൾക്കിടയിൽ സിഗരറ്റ്, പെപ്സി, മുളകുപൊടി, എലിവിഷം തുടങ്ങിയവയും അഫാൻ വാങ്ങിയിരുന്നു. ഈ കടകളിലും അഫാനെയും കൊണ്ട് പോലീസ് തെളിവെടുത്തു. ഏറ്റവും ഒടുവിൽ ഫർസാനിയെ കൊല്ലാനായി ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയ സ്ഥലത്തായിരുന്നു തെളിവെടുപ്പ്. കടം വാങ്ങിയ പണം തിരികെ കിട്ടാൻ നിരന്തരം അധിക്ഷേപിച്ചതുകൊണ്ടാണ് പിതൃ സഹോദരനായ ലത്തീഫിനെയും ഭാര്യയെയും ചുറ്റിക്കുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് അഫാൻ നേരത്തെ നൽകിയ മൊഴി. തെളിവെടുപ്പിനിടെ യാതൊരു കൂസലുമില്ലാതെയാണ് അഫാൻ താൻ ചെയ്ത ക്രൂരതകൾ പോലീസിനോട് വിവരിച്ചത്. 80,000 രൂപ ലത്തീഫിൽ നിന്നും കടം വാങ്ങിയിരുന്നു. പണം തിരികെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചു. അച്ഛന്റെ അമ്മയുടെ സ്വർണം വാങ്ങുന്നതിനും തടസ്സം നിന്നത് ലത്തീഫായിരുന്നു. ഇതാണ് ലത്തീഫിനെ വകവരുത്താൻ കാരണം. അമ്മയെ കഴുത്തു നെരിച്ച് നിലത്തിട്ട ശേഷം ആദ്യം അച്ഛന്റെ അമ്മയെ കൊന്നു. അതിനുശേഷമാണ് ലത്തീഫിന്റെ വീട്ടിലെത്തുന്നത്. അഫാനെ കണ്ട് മൂത്തുമ്മ സാജിദ അടുക്കളയിലേക്ക് പോയി. ബാഗിലിരുന്ന ചുറ്റികയെടുത്ത് ഹാളിലെ സെറ്റിയിലിരുന്ന ലത്തീഫിന്റെ തലയിൽ പലവട്ടം അടിച്ചു. ശബ്ദം കേട്ട് ഓടിവന്ന സാജിദയെയും അടിച്ചു. അടുക്കളയിലേക്ക് ഓടിയ സാജിദയെ പിന്നിൽ ചെന്ന് ആക്രമിച്ചു കൊല്ലുകയായിരുന്നു. ലത്തീഫിന്റെ മൊബൈലും കാറിന്റെ താക്കോലും
50 മീറ്റർ അപ്പുറം കാട്ടിലേക്കെറിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോയി. ഈ മൊബൈൽ ഫോൺ അഫാന്റെ സാന്നിധ്യത്തിൽ പോലീസ് കണ്ടെത്തിയിരുന്നു. ആക്രമണം തടസ്സപ്പെടുത്തുന്നവരുടെ കണ്ണിലേക്കെറിയാൻ മുളകുപൊടിയും അഫാൻ വാങ്ങിവെച്ചിരുന്നു. വീട്ടിലെത്തിച്ചുള്ള പരിശോധനയിലാണ് മുളകുപൊടി പൊതിഞ്ഞത് കണ്ടെത്തിയത്. ആയുധം സൂക്ഷിച്ചിരുന്ന ബാഗിലാണ് മുളകുപൊടി ഉണ്ടായിരുന്നത്. കൊലപാതകം തടസ്സപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ കണ്ണിലേക്കെറിയാനാണ് മുളകുപൊടിയെന്ന് അഫാൻ പോലീസിന് മൊഴി നൽകി. മൂന്നാംഘട്ട തെളിവെടുപ്പിനിടെ പ്രതി അഫാനും പിതാവ് റഹീമും മുഖാമുഖം വന്നിരുന്നു. വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ വെച്ചായിരുന്നു ആകസ്മികമായ കൂടിക്കാഴ്ച. വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ റോഡ് മുറിച്ച് നടക്കുന്നതിനിടയിലാണ് അഫാനെയും കൊണ്ടുള്ള പോലീസ് വണ്ടി ചീറിപ്പാഞ്ഞു വന്നത്. കാൽനടയാത്രക്കാർക്ക് വേണ്ടി അല്പനേരം നിർത്തി. റഹീം നോക്കിയപ്പോൾ വാഹനത്തിൽ അഫാൻ. അപ്പോൾ തന്നെ മുഖം തിരിച്ച് റഹീം നടന്നു. മകനെ കാണേണ്ട എന്ന് റഹീം വ്യക്തമാക്കി. തന്റെ ജീവിതത്തിൽ അഫാൻ ഉണ്ടാക്കിയ നഷ്ടവും ദുരിതവും അത്ര വലുതാണെന്നും അതിനാൽ ഒരിക്കലും കാണാൻ ശ്രമിക്കില്ല എന്നുമായിരുന്നു റഹീമിന്റെ വാക്കുകൾ. ഫെബ്രുവരി 24-നായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത്. പിതൃമാതാവ് സെൽമ ബീവി, പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, സഹോദരൻ അഹ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയായിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത്. രാവിലെ 10-നും 6-നും ഇടയിലായിരുന്നു 5 കൊലപാതകങ്ങളും നടന്നത്. മാതാവ് ഷെമിയെ ആക്രമിച്ചപ്പോൾ മരിച്ചുവെന്നായിരുന്നു അഫാൻ കരുതിയിരുന്നത്. 5 കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ എലിവിഷം കഴിക്കുകയും പോലീസിൽ കീഴടങ്ങുകയുമായിരുന്നു.